വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. ഇന്ന് BNSSൽ അറസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക. നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ബിഫോർ പോലീസ് ഓഫീസർ. സെക്ഷൻ 35 ക്ലോസ് 3 ഓഫ് BNSSലാണ് എപ്പോഴൊക്കെയാണ് നോട്ടീസ് ഓഫ് അപ്പിയറൻസ് ഉണ്ടാവുമെന്ന് പറയണത്. ഒന്നാമത്തത്, ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആ അക്യൂസ്ഡ് ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടാവണം. കൊഗ്നിസിബിൾ ഒഫൻസ് എന്താണെന്നുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറിയാത്തവർ അത് കാണുക. അടുത്തത്, സെക്ഷൻ 35 ക്ലോസ് 1 പ്രകാരം നമുക്ക് അറസ്റ്റ് റിക്വയർ അല്ല, അല്ലെങ്കിൽ ഓൺ ദി സ്പോട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള സർക്കംസ്റ്റൻസസിൽ. അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസർ എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് കൊടുക്കണം. എന്തിനാണ് ആ നോട്ടീസ് കൊടുക്കുന്നത്? ആ ആളിനെ ഈ പോലീസിൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്ത ആളുടെ ഉത്തരവാദിത്തമാണ് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളത്. അടുത്തത്, അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് ഇൻ നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് എന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണത്? സെക്ഷൻ 39 പ്രകാരം ഒരാൾ ഒരു നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കണം? ഒരു പോലീസ് ഓഫീസറിൻ്റെ പ്രസൻസിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാറൻറ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അയാളുടെ നെയിമോ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാറൻറ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കൊടുത്ത പേരും അഡ്രസ്സൊക്കെ തെറ്റാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇയാളുടെ ട്രൂ നെയിമും അഡ്രസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെയിൽ കൊടുക്കാൻ പറ്റും. മജിസ്ട്രേറ്റ് ആയിരിക്കും അത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ബെയിൽ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പേരോ റെസിഡൻസോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണോ നമ്മുടെ ജൂറിസ്ട്രിക്ഷൻ, ആ ജൂറിസ്ട്രിക്ഷനിലുള്ള മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ട് ഹാജരാക്കണം. സുപ്രീം കോർട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് സുപ്രീം കോർട്ട് ഇറക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ജഡ്ജിനോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിനോ ഇൻറ്റിമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രിക്ട് ജഡ്ജിന്, സെഷൻസ് ജഡ്ജിന്, അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിനും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇന്ന് ഒഫൻസിനെ അറസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ടാവണം. നിർബന്ധമായിട്ടും അത് ചെയ്തിട്ടുണ്ടാവണം. ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഒരു സെഷൻസ് ജഡ്ജിൻ്റെയോ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെയോ കൺസേൺ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഫാമിലീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ലീഗലായിട്ട് അവരുടെ അഡ്വക്കേറ്റ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അങ്ങനെ എല്ലാ സഹായങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ചെയ്തു കൊടുത്തിട്ടുണ്ടാവണം. അടുത്തത് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ജുഡീഷ്യൽ സർവീസിലുള്ള ആൾക്കാർക്ക് അറസ്റ്റിൽ നിന്നും ഹാൻഡ് കഫിങ്ങിൽ നിന്നും ഡിറ്റൻഷനിൽ നിന്നും കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, അത് നമ്മളൊരു കേസ് ലോ വെച്ചിട്ടാണ് പറയുന്നത്. ഡൽഹി ജുഡീഷ്യൽ സർവീസ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഇതാണ് കേസ്. 5 പോലീസ് ഓഫീസേഴ്സിനെ ജയിലിലേക്ക് പോകേണ്ടി വന്നു, അതായത് ജയിലിലേക്ക് ആക്കേണ്ടി വന്നു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ ഹറാസ് ചെയ്യും, അതുപോലെ ഹാൻഡ് കഫും ചെയ്തു. അപ്പോൾ അതെന്താണ്? പണിഷബിൾ ആണ്. BNSSൽ അറസ്റ്റിൽ പാർട്ട് 2 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പാർട്ട് 3 അപ്ലോഡ് ചെയ്യും. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.